ഇന്ന് നമ്മൾ ദൈവവചനം ചിന്തയ്ക്കെടുക്കുന്നത് ഒരു എക്സലൻറ്റ് സ്പിരിറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ എക്സെപ്ഷണൽ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്ത് ഈ എക്സലൻറ്റ് സ്പിരിറ്റ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്, എക്സെപ്ഷണൽ സ്പിരിറ്റ് എന്ന് കാണുന്നത് ദ ബുക്ക് ഓഫ് ഡാനിയൽ. അപ്പം ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 17, ദാനിയലിൻ്റെ പുസ്തകം 1:17 വായിക്കുമ്പം വചനം ഇങ്ങനെ പറയുന്നു: God gave these 4 young men an unusual aptitude for understanding every aspect of literature and wisdom, and God gave Daniel the special ability to interpret the meanings of visions and dreams. Hallelujah. അപ്പം ഈ ബാലന്മാർക്ക് 4 പേർക്ക് അവർക്ക് അസാധാരണമായ ഒരു കഴിവ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ, ലിറ്ററേച്ചർ, ജ്ഞാനത്തിനെക്കുറിച്ച് ഏത് കാര്യമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുവാനും അത് മനസ്സിലാക്കുവാനും ദൈവം ഒരു അൺയൂഷ്വൽ വിസ്ഡം, അൺയൂഷ്വൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ അറിവ്, കഴിവ്, ബുദ്ധി, ജ്ഞാനം ഒക്കെ സ്വർഗത്തിലെ ദൈവം ദാനിയേലിനും ദാനിയേലിൻ്റെ ബാക്കി 3 കൂട്ടുകാർക്കും കൊടുത്തു എന്ന് വചനം പറയുന്നത്. എന്നിട്ട് ദാനിയേലിന് ഒരു പ്രത്യേക കൃപ കൊടുത്തു. സ്വപ്നങ്ങളും വിഷൻസും മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അത് വിവേചിച്ചറിയുവാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഒരു പ്രത്യേക കൃപയും കൊടുത്തു. അപ്പം അസാധാരണമായ ഒരു കഴിവ്, മറ്റാർക്കും ഇല്ലാത്ത ഒരു കഴിവ് ഡാനിയലിനും ഡാനിയലിൻ്റെ കൂട്ടുകാർക്കും കൊടുത്തു. എന്നിട്ട് വചനം പറയുന്നു, എപ്പം 20-ാം വാക്യം വേഴ്സ് നമ്പർ 20 പറയുന്നു, എപ്പം ഈ രാജാവിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും അറിയണോ, ജ്ഞാനമുള്ളതും നല്ല പരിജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഒക്കെ അറിയണോ, അങ്ങനെയെങ്കിൽ രാജാവ് ഇവരെ 4 പേരെയും കൺസൾട്ട് ചെയ്യും. ഇവരെ 4 പേരോടും ചെന്ന് ചോദിക്കും. എന്നിട്ട് രാജാവ് ശ്രദ്ധിച്ചു, മറ്റുള്ളവരെക്കാട്ടിലും എന്ന് വെച്ചാൽ രാജാവിൻ്റെ രാജ്യത്തുള്ള നെബൂഖദ്നേസർ രാജാവിൻ്റെ രാജ്യത്തുള്ള എല്ലാ ജ്ഞാനികളെക്കാട്ടിലും, മജിഷ്യൻസിനെക്കാട്ടിലും, മന്ത്രവാദികളെക്കാട്ടിലും ഒക്കെ ഭയങ്കരമായി ജ്ഞാനവും അറിവും ഒക്കെയുള്ള ബാലന്മാരാ ഈ 4 പേരെന്ന് രാജാവിന് തിരിച്ചറിഞ്ഞു. അപ്പം മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു അറിവ്, മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വണ്ണം മറ്റാർക്കും കൊടുക്കാത്ത ഒരു അറിവ്, പല കാര്യങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, അതൊക്കെ ഡാനിയലിൻ്റെ കൂട്ടുകാർക്കും കിട്ടി. പ്രത്യേകിച്ച് ഡാനിയൽ എന്ന് വെച്ചാൽ ഡാനിയലിനെ കുറിച്ച് പ്രത്യേകം അവിടെ പറയുന്നു, വിഷൻസും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാനായിട്ടുള്ള കഴിവ് ദൈവം ഡാനിയലിന് കൊടുത്തു. അപ്പോൾ ഒരു രഹസ്യ താക്കോല് ദൈവം ഡാനിയലിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പം ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം, ഡാനിയൽ ചാപ്റ്റർ 5, അതിൻ്റെ 11-12 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഡാനിയൽ ചാപ്റ്റർ 5 വേഴ്സ് നമ്പേഴ്സ് 11 and 12, ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പം, അപ്പം രാജാവ് ബെൽഷസ്സർ രാജാവ്, അപ്പം ഇത് വേറൊരു രാജാവ്, അപ്പം ദാനിയേൽ, നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാരിയസ് 3 രാജാക്കന്മാരുടെ കീഴിൽ ഡാനിയേൽ ഇങ്ങനെ ജീവിച്ചിരുന്നു. എന്നിട്ട് വേല ചെയ്തു, കൊട്ടാരത്തിൽ വേല ചെയ്യുന്ന എങ്ങനെയാ, രാജ്യ പദവിയിൽ വേല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബെൽഷസ്സർ രാജാവ് ഇങ്ങനെ അവർ വെള്ളം വീഞ്ഞുമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് ആ സംഭവം ഉണ്ടായപ്പം ഈ ബെത്തിയേൽ എഴുതുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം ഇത് എന്തുവാ എന്ന് മനസ്സിലാകാഞ്ഞപ്പം ഭയങ്കര വെപ്രാളമായി, ഭയങ്കര വിഷമമായി. എന്തുവാ സംഭവിക്കുന്നതെന്നറിയാൻ വെച്ചാൽ ഒരു കൈ വന്നിട്ട് ഭിത്തിയിൽ എഴുതി വെക്കുന്നത് കണ്ടപ്പം വെപ്രാളപ്പെട്ടു. രാജ്യത്തുള്ള മന്ത്രികളെയും മന്ത്രവാദികളെയും എല്ലാം വിളിച്ചു. ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പം രാജാവിൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? 11-ാം വാക്യം വേഴ്സ് നമ്പർ 11, ചാപ്റ്റർ 5 വേഴ്സ് 11, 12, 11, 12 വാക്യങ്ങൾ അവിടെ ചോദിക്കാം, നിന്റെ രാജ്യത്തല്ലേ ഒരുവനുള്ളത്? ഹീ ഹാസ് വിതിൻ ഹിം ദ സ്പിരിറ്റ് ഓഫ് ദ ഹോലി ഗോഡ്സ്. കണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ ആത്മാവല്ലേ അവൻ്റെ അകത്തിരിക്കുന്നത്.
എന്നിട്ട് പറയുവാണ്, നെബൂഖദ്നേസർ രാജാവിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇനിയും വേഴ്സ് നമ്പർ 12, 12-ാം വാക്യം അതൊന്ന് വായിക്കാം. ദിസ് മാൻ ഡാനിയൽ വായിച്ച്. ബെൽഷസ്സർ എന്ന പേര് വിളിച്ച ദാനിയേലിൽ ഉത്കണ്ഠ മനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥവും കൃപാർത്ഥ പ്രദർശനവും സംശയ ഛേദനവും കണ്ടിരിക്കിയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും അഭിചാരന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. Amen. This man Daniel, whom the king named Belteshazzar, has exceptional ability and is filled with the divine knowledge and understanding. കണ്ടോ, എക്സെപ്ഷണൽ എബിലിറ്റി. ചില ട്രാൻസ്ലേഷൻസ് പറയുന്നു എക്സലൻറ്റ് സ്പിരിറ്റ് എന്നവിടെ പറയുന്നു. അപ്പം മറ്റാർക്കുമില്ലാത്ത ഒരു കഴിവ്, മറ്റാർക്കുമില്ലാത്ത ഒരു എന്ന് വെച്ചാൽ എല്ലാവരെയും മാറ്റി നിർത്തുന്ന ഒരു കഴിവും അറിവും പല കാര്യങ്ങളിൽ ജ്ഞാനവും. അത് മാനുഷികമായിട്ട് കിട്ടുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റെല്ലാവരെക്കാട്ടിലും മേളിൽ കയറ്റി വെക്കുന്ന ഒരു അറിവും കഴിവും. എന്നിട്ട് പറയാം എന്തൊക്കെയാ, ഉയരത്തിൽ നിന്നുള്ള പരിജ്ഞാനം, അറിവ്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ, കടങ്കഥകൾ പറഞ്ഞു കൊടുക്കാൻ, സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. കണ്ട്, ഹീ ക്യാൻ ഇൻറ്റർപ്രറ്റ് ഡ്രീംസ്, എക്സ്പ്ലെയിൻ റിഡിൽസ് ആൻഡ് സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഹീ ഈസ് എ മാൻ ഫിൽഡ് വിത്ത് ഡിവൈൻ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഭയങ്കര ദൈവത്തിൽ നിന്നുള്ള വെച്ചാൽ ആർക്കും വെളിപ്പെടാത്ത രഹസ്യങ്ങളും മർമ്മങ്ങളും ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കും. ഈ ഒരു എക്സലൻ്റ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മറ്റെല്ലാവരെക്കാട്ടിലും മേളിൽ കയറ്റി ദൈവം ഇരുത്തും. ഹല്ലേലൂയ. മറ്റെല്ലാവരെക്കാട്ടിലും ജ്ഞാനിയായിട്ട് ദൈവം ഇരുത്തും. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇങ്ങനൊരു എക്സലൻ്റ് സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. എക്സെപ്ഷണൽ എബിലിറ്റി എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അസാധാരണമായ കഴിവ് എന്ന് ചില ട്രാൻസ്ലേഷൻസിൽ കൊടുക്കുന്നു. പക്ഷേ ആ ഒരു വാക്യം കണ്ടു, അത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കിട്ടുന്ന. നമ്മൾ ദാനിയേലിനെ നോക്കുമ്പം ദാനിയേൽ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. ദാനിയേലിനെ എന്തുവാ കൊല്ലും, അല്ലെങ്കിൽ രാജ്യത്ത് ഭരിക്കുന്നവർ അവർ കുറേ കൽപ്പനകളൊക്കെ പുറപ്പെടുവിച്ചു ദാരിയസിൻ്റെ സമയത്ത്. എന്നിട്ട് അപ്പം നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിന് ഒരു ധൈര്യക്കുറവുമില്ലായിരുന്നു. ദാനിയേൽ ഈ കൊല്ലുന്ന ഒരു ഈഡിക്റ്റ് അവിടെ വന്നു. ഇന്നലെ രാജാവിൻ്റെ വിഗ്രഹത്തെ അല്ലാതെ പ്രാർത്ഥിക്കുന്നവരും സേവിക്കുന്നവരും അവരെ കൊന്നുകളയും എന്നൊക്കെ ഓർഡർ വന്നപ്പോൾ നമ്മൾ കാണുന്നു ദാനിയേൽ ചെയ്തത്. ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയിരുന്നു. അപ്പം ഈ സ്പെഷ്യൽ ഗിഫ്റ്റ്, ഈ സ്പെഷ്യൽ ഫേവർ ഡാനിയലിന് കിട്ടിയത് ദൈവത്തിൽ നിന്ന്. ദൈവം ഈ എക്സെപ്ഷണൽ സ്പിരിറ്റ് അല്ലെങ്കിൽ എക്സലൻറ്റ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റിവെക്കും. മറ്റുള്ളവരെ പോലെയല്ല, ഏതൊരു സാഹചര്യത്തിനകത്തും ഭയങ്കര ധൈര്യമുണ്ടായിരിക്കും ആ വ്യക്തികൾക്ക്. സഹോദരൻ, ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ അങ്ങനെയുള്ള വ്യക്തികളുടെ മേലുണ്ടാകും. ഹല്ലേലൂയ. ഈ എക്സലൻറ്റ് സ്പിരിറ്റ് കിട്ടാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡാനിയേൽ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ഡാനിയേൽ ദൈവത്തിനെ അനുസരിച്ച് ജീവിച്ചു. ഹല്ലേലൂയ. നമ്മൾ ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം കൂടെ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. Daniel chapter 6 verse number 3. Daniel soon proved himself more powerful than all the other administrators and high officers because of Daniel's great ability. കണ്ടോ, great ability. The king made plans to place him over the entire empire. വായിക്കാം 3-ാം വാക്യം. ഡാനിയേലിന്റെ പുസ്തകം ഉത്കൃഷ്ടമാനസൻ അല്ലെ, മലയാളത്തിൽ അങ്ങനത്തെ ഒരു വാക്യ. ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. അപ്പൊ ഈ എക്സലന്റ് സ്പിരിറ്റ് എന്താ ചെയ്യുന്നേ? രാജ്യം ഭരിക്കുന്നവരെ കാട്ടിലും മികച്ച വിധത്തിൽ ദൈവമാക്കി വെക്കും. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിനെ സേവിക്കുന്നവർക്ക് ഈ എക്സലൻറ്റ് സ്പിരിറ്റ് നമ്മളുടെ അകത്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഡാനിയേലിന് ദൈവം ഇങ്ങനെ ഒരു അൺയൂഷ്വൽ സ്പിരിറ്റ്, ഒരു അൺയൂഷ്വൽ ആപ്റ്റിറ്റ്യൂഡ്, എക്സലൻറ്റ് സ്പിരിറ്റ് കൊടുക്കാനായിട്ട് കാരണം? ദാനിയേൽ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്താൽ അതിനകത്ത് ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. ദാനിയേൽ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം വാക്യം,
ഇങ്ങനെ പറയുന്നു, ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 8, ബട്ട് ഡാനിയൽ വാസ് ഡിറ്റർമിൻഡ് നോട്ട് ടു ഡിഫൈൽ ഹിംസെൽഫ് ബൈ ഈറ്റിംഗ് ദ ഫുഡ് ആൻഡ് വൈൻ ഗിവൻ ടു ദം ബൈ ദ കിങ്. He asked the chief of staff for permission not to eat these unacceptable food. കണ്ടാന്ന് വായിക്കാം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ആമേൻ. കണ്ടോ, ദാനിയേലിനൊരു തീരുമാനമുണ്ടായിരുന്നു. ദാനിയേൽ വേണ്ടാത്ത ഭക്ഷണം കഴിച്ച് തൻ്റെ ശരീരത്തിനെ അശുദ്ധമാക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങൾ, എന്ത് കാര്യമാണേലും, ആഹാരം മാത്രമായിരിക്കത്തില്ല, ഒരുപക്ഷെ എന്ത് മുന്നിൽ കൊണ്ടുവച്ചാലും താൻ തൻ്റെ ദൈവം പറയുന്നതിന് അപ്പുറവും ഇപ്പുറവും ചലിക്കത്തില്ല. ഭയങ്കര അത് രണ്ട് നമ്മൾ കാണുന്നു. ദാനിയേലിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു ദാനിയേൽ ഭയങ്കര പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രശ്നം വരുമ്പം മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ഏതൊരു അവസ്ഥയിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നു ദാനിയേൽ 6-ാം അധ്യായം വരുമ്പം ദാനിയേലിൻ്റെ 6-ാം അധ്യായത്തിനകത്ത് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 4 അതിനകത്ത് ദാനിയേലിൻ്റെ ചില ഗുണങ്ങൾ പറയുന്നു. ഹി വാസ് ഫെയ്ത്ത്ഫുൾ, ഹി വാസ് ഓൾവേസ് റെസ്പോൺസിബിൾ ആൻഡ് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് വേർതി. കണ്ടോ, 6-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ ദാനിയേലിൻ്റെ സ്വഭാവം പറയുന്നുണ്ട്. അതിന് മുന്നോട്ട് പോയാൽ ദാനിയേലിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിയില്ല. അവൻ വിശ്വസ്തനും അവൻ ഉത്തരവാദിത്വമുള്ളവനും എല്ലാ വിധത്തിലും അവനെ വിശ്വസിക്കാമായിരുന്നു. എല്ലാ വിധത്തിലും ദാനിയേലിനെ വിശ്വസിക്കാമായിരുന്നു. കുറ്റമില്ലാത്തവനും നീതിബോധമുള്ളവനും വിശ്വസ്തനും ഒക്കെയായിരുന്നു ദാനിയേൽ. ഹല്ലേലൂയ. അപ്പം ദൈവം ഇട്ട് തരുന്ന ഒരു എക്സലൻറ്റ് സ്പിരിറ്റ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഒക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. കർത്താവേ, എനിക്ക് വേണ്ടതൊരു എക്സലൻറ്റ് സ്പിരിറ്റ്, എൻ്റെ കുഞ്ഞിന് വേണ്ടതൊരു എക്സലൻറ്റ് സ്പിരിറ്റ്. ഈ എക്സലൻറ്റ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ദൈവം മാറ്റിവെക്കും. ഈ എക്സലൻറ്റ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകമായ കഴിവുകൾ ദൈവം ഇട്ടുതരും. ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്, ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാൻ ദൈവം ഒരു എക്സലൻറ്റ് സ്പിരിറ്റ് ഇട്ട് തരും. എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് ദൈവാത്മാവിനാൽ ഒരു എക്സലൻറ്റ് സ്പിരിറ്റ് കിടപ്പുണ്ട്. ആ എക്സലൻറ്റ് സ്പിരിറ്റിനെ നമ്മൾ ഒന്നും കൂടെ അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നമുക്കതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 3, ഇൻ ക്രൈസ്റ്റ് ലൈ ഹിഡൻ ഓൾ ദ ട്രെഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. ക്രിസ്തുവിലല്ലയോ മറഞ്ഞു കിടക്കുന്നത് എന്താണ്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവകൾ. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ. ട്രെഷേഴ്സ് എന്നാണ് പറയുന്നത്. വിസ്ഡം ആൻഡ് നോളജ്, ദ ട്രെഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ, ഗുപ്തനിധികൾ. ഹല്ലേലൂയ. അപ്പം ഒരു ഗുപ്തനിധി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളുടെയൊക്കെ സ്വർണ്ണങ്ങൾ നോക്കിയാൽ അതൊക്കെ നിധിയാണ് അല്ലേ? ഇന്നത്തെ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ നിധിയാണ്. നമ്മളൊക്കെ എവിടെയാണ് സ്വർണ്ണങ്ങൾ വെക്കുന്നത്? നമ്മളൊരു ബാങ്കിൻ്റെ ലോക്കറിൽ കൊണ്ടുവന്നാണ് സ്വർണം വെക്കുന്നത്. എന്തിനാ? അത് ആരുടെയും കയ്യിൽ പെടാതിരിക്കാൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വണ്ണം നമ്മൾ കൊണ്ടുപോയി മാറ്റി സൂക്ഷിച്ചു വെക്കും. ഇറ്റ്സ് എ ട്രെഷർ അല്ലേ? അതിന് അത് വില കൂടുന്തോറും അതൊന്നും കൂടെ അത് ട്രെഷറായി തീരും. എന്ന് വെച്ചാൽ നല്ല വില കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു നിധി ഉണ്ടെങ്കിൽ ആ നിധിയെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. തിരുവചനം പറയുന്നു, ക്രിസ്തുവിൽ ഒളിഞ്ഞു കിടക്കുവല്ലയോ ഹല്ലേലൂയ സകല അറിവും ജ്ഞാനവും. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ ഒളിഞ്ഞു കിടക്കുന്നത്, മറഞ്ഞു കിടക്കുന്നത് ഇന്ന് നമ്മളിലും കർത്താവ് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം നമ്മൾ അതിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്കിനകത്ത് പറയുന്നത്, ഐ വാണ്ട് ദം ടു ഹാവ് കംപ്ലീറ്റ് കോൺഫിഡൻസ് ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് മിസ്റ്റീരിയസ് പ്ലാൻ വിച്ച് ഇസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ദൈവത്തിൻ്റെ രഹസ്യ പദ്ധതിയാണ് ക്രിസ്തു. ഇതിനെക്കുറിച്ച് അവരറിവുള്ളവരും അവർ ധൈര്യമുള്ളവരും ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ, എന്നിട്ടാണ് 3-ാം വാക്യം പറയുന്നത്, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിലല്ലോ മറഞ്ഞു കിടക്കുന്നത്
സകല ജ്ഞാനവും അറിവും. അപ്പം നമ്മൾ ഓരോരുത്തരും ധൈര്യപ്പെടണം. എന്തിനാ ധൈര്യപ്പെടേണ്ടത്? ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. അപ്പം ക്രിസ്തു എൻ്റെ അകത്തുണ്ടെങ്കിൽ സ്വർഗത്തിലെ എല്ലാ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിക്ഷേപം എൻ്റെ അകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ അറിവും ജ്ഞാനവും എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ വേണ്ടാത്ത വാക്കുകൾ പറയത്തില്ല, വേണ്ടാത്ത സംസാരങ്ങൾ വരത്തില്ല, ബോധമില്ലാതെ ബുദ്ധിയില്ലാതെ പല കാര്യത്തിനകത്തും ഇടപെടത്തില്ല, പരിജ്ഞാനമില്ലാതെ വാ തുറക്കത്തില്ല. അല്ലേ? ഒരു ദൈവവിശ്വാസി പരിജ്ഞാനമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ചാൽ ആരെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഉൾക്കൊള്ളാൻ ഇഷ്ടപ്പെടുവോ? ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അകത്ത് അങ്ങൊരു എക്സലൻറ്റ് സ്പിരിറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണ്ടാത്ത വാക്കുകൾ പറയൽ, 10 പേര് കൂടി നിൽക്കുമ്പം വെറും സുബോധം കെട്ട സംസാരങ്ങൾ, പ്രവൃത്തികളൊന്നും എൻ്റെ അകത്തുനിന്ന് വരല് കർത്താവേ. പക്ഷേ മറ്റുള്ളവരെന്നെ വിളിക്കണം. അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്നെ വിളിക്കണം. അവർക്കൊരു വസ്തു മേടിക്കണമെങ്കിൽ എന്നെ വിളിക്കണം. അവരുടെ മക്കളെ പഠിക്കാൻ വിടണമെങ്കിൽ എന്നോട് ചോദിക്കണം. അങ്ങനെ ഒരു എക്സലൻറ്റ് സ്പിരിറ്റ്, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കണം. കണ്ടോ, ഒരു സ്പെഷ്യൽ എബിലിറ്റി. അവരൊരു സ്വപ്നം കണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കണം, അതെന്താ അങ്ങനെ കണ്ടേ? ഒരു എക്സലൻറ്റ് സ്പിരിറ്റ് നമ്മളുടെ അകത്തൊക്കെ ആ എക്സലൻറ്റ് സ്പിരിറ്റ് ദൈവം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു എക്സെപ്ഷണൽ എബിലിറ്റി. സ്വതന്ത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു എക്സലൻറ്റ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ എബിലിറ്റി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. സാധാരണ പിള്ളേർ ഒരു ദിവസം 16 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ പഠിച്ചാൽ അവർക്ക് നല്ല മാർക്ക് കിട്ടും. ഒരു എക്സെപ്ഷണൽ സ്പിരിറ്റ്, എക്സെപ്ഷണൽ എബിലിറ്റി. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതിലും വ്യത്യാസമായിട്ട് അവർക്കകത്തില്ലാത്ത കഴിവുകൾ, ഹല്ലേലൂയ, ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപിക്കാനോ അവർക്കൊരു പ്രത്യേക അറിവ്, മറ്റാർക്കും കൊടുക്കാത്ത ആ ജ്ഞാനം, അറിവ്, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാം, ചില ഷോർട്ട് കട്ട് മെത്തേഡ്സ്. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പം അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരെ, പഠിക്കുന്ന ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുഞ്ഞിനകത്ത് ദാനിയേലിന് കൊടുത്ത ഈ എക്സെപ്ഷണൽ സ്പിരിറ്റ് ഹല്ലേലൂയ എൻ്റെ കുഞ്ഞിനും പകർന്നു കൊടുക്കണം. ഈ എക്സെപ്ഷണൽ സ്പിരിറ്റ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കും. ഹല്ലേലൂയ. ഈ എക്സെപ്ഷണൽ സ്പിരിറ്റ് അവരെ രാജ്യം ഭരിക്കുന്നവരും ഓഫീസ് ഭരിക്കുന്നവരും മറ്റുള്ളവരുടെ ഇടയിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം അവരിൽ കാണാൻ സാധിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നീ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ എക്സെപ്ഷണൽ എബിലിറ്റി, എക്സെപ്ഷണൽ സ്പിരിറ്റ് ഇതെല്ലാം ക്രിസ്തുവിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അകത്ത് ക്രിസ്തു വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ they should have a spirit of exceptional ability. ഹല്ലേലൂയ. ഒരു എക്സെപ്ഷണൽ സ്പിരിറ്റ് അവരുടെ അകത്തുണ്ടാവണം. മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത ജ്ഞാനം, അറിവ്, വ്യത്യസ്തമായ കഴിവുകൾ, പരിജ്ഞാനം, വിവേകം, ബുദ്ധി, ഹല്ലേലൂയ, പഠിക്കാൻ പ്രത്യേകത ഒക്കെ ഇവർക്ക് കൊടുക്കണം. സ്പെഷ്യൽ ഫീൽഡുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏർപ്പെടണമപ്പ. ഹല്ലേലൂയ. അവർക്കൊരു പ്രത്യേകമായ കഴിവുകൾ, ഹല്ലേലൂയ, മറ്റാർക്കുമില്ലാത്തത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ നോക്കി അവരോട് തീരുമാനങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് അറിവ് ലഭിക്കുവാനും ചെല്ലുന്നത് ഞങ്ങൾക്ക് കാണാനിടയാവണം. കർത്താവ്, ഞങ്ങളുടെ തലമുറകളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വാർത്തെടുക്കണം. സകലതും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ വണ്ടർഫുൾ. കർത്താവിൻ്റെ സകല നന്മയും പെരുകുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സകല കൃപാവരങ്ങളും പെരുകുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.